ദൈവം വഴി കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. കർത്താവ് എന്ന് എനിക്കൊരു വഴി കാണിച്ചു തരും, ദൈവം എന്നെ എങ്ങനെ അത്ഭുതകരമായ വഴിയിലൂടെ നടത്തും എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. 32-ാം സങ്കീർത്തനത്തിലെ 8-ാമത്തെ വാക്യം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. സങ്കീർത്തനക്കാരൻ 2 കാര്യം എഴുതിയിട്ടുണ്ട്. നിന്നെ ഞാൻ ഉപദേശിക്കും, നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് ദൈവം കാണിച്ചു തരും. ഈ സന്ദേശത്തിൽ നിന്ന് ദൈവത്തിന് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഒത്തിരി വഴികൾ കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിട്ടും അടഞ്ഞു കിടക്കുന്ന വഴികൾ മാത്രമേ കൺമുമ്പിലുള്ളെങ്കിൽ ദൈവം പറയുക, ദൈവത്തിന് സ്തോത്രം, നീ നടക്കേണ്ടുന്ന വഴി, നീ പോകേണ്ടുന്ന വഴി, നീ എവിടെ എത്തണോ ആ വഴി നിനക്ക് ഈ ദിവസങ്ങളിൽ ദൈവം കാണിച്ചു തരാൻ പോവാം. നിന്റെ തകർച്ച കണ്ട്, ശൂന്യത കണ്ട്, പരാജയം കണ്ട്, നിന്റെ ഞെരുക്കം കണ്ട്, ഇടുക്കം കണ്ട് ചിരിക്കുന്ന ചിലരുടെ ചിരി ഈ ദിവസങ്ങളിൽ അവസാനിക്കാൻ പോവുക. കർത്താവ് നിന്നോട് സംസാരിക്കുക, ദൈവം നിന്നെ ഉപദേശിക്കും. 1 യോഹന്നാന്റെ ലേഖനത്തിൽ വാക്യമുണ്ട്, അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മളിൽ ഇരിക്കൊണ്ട് നമ്മളെ ആരും ഉപദേശിക്കേണ്ട, അഭിഷേകം തന്നെ സകലതും ഉപദേശിക്കും. സ്നേഹിത, ഇവിടെ വചനം തരുന്ന ദൂത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ ഉപദേശിക്കും. ചിലർക്കൊക്കെ വിശ്വസിക്കാൻ പോലും പറ്റാത്ത ലെവലിൽ ദൈവം ചിലരെ ദൈവത്തിന്റെ പദ്ധതിക്കകത്തോടെ കൊണ്ടുപോകാൻ പോവാം. അടുത്ത ദൂത് കേട്ടെ, നീ പോകേണ്ട വഴി, നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും. ആഗ്രഹിക്കുന്നുണ്ടോ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പരാജയപ്പെട്ടെന്ന് പറയുന്ന വിഷയത്തിനകത്ത് ദൈവം ഒരു വഴി കാണിച്ചു തരാൻ പോവാം? കർത്താവേ, ആ വഴി എനിക്ക് കാണിച്ചു തരണമേന്ന് ഉള്ളു തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച്, നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ആ വഴി കർത്താവ് കാണിച്ചു തരാൻ പോവാം. സ്തോത്രം. ആരുടെയൊക്കെയോ ലൈഫില് അടഞ്ഞുപോയ വഴി, ഇനി തുറക്കത്തില്ലെന്ന് പറഞ്ഞ വഴി, എന്റെ ഭാവി ഇതോടെ അവസാനിച്ചു എന്ന് പറഞ്ഞ ആ അനുഭവങ്ങളൊക്കെ മാറാൻ പോവാം. എന്നിട്ട് കർത്താവ് പറയാം, ഞാൻ നിനക്ക് വഴി കാണിച്ചു തരും, ഞാൻ നിന്നെ ഉപദേശിക്കും, ഞാൻ നിനക്ക് വഴി കാണിച്ചു തരും. നമുക്ക് ആ കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് ദൈവം വഴി കാണിച്ചു തരാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, കടം കയറിയ പ്രവാചക ശിഷ്യന്റെ ഭാര്യയ്ക്ക് അവിടെ കടം മാറ്റാനുള്ള വഴി കാണിച്ചു കൊടുത്ത ദൈവം, ഹല്ലേലൂയ. വഴി തെറ്റി നടക്കുന്നവരെ യഥാർത്ഥ വഴി കാണിച്ചു കൊടുക്കുന്ന കർത്താവ്, ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിന്നെ ഉപദേശിച്ച് നീ പോകേണ്ട വഴി കാണിച്ചു തരും. ഗോഡ് ബ്ലെസ് യു.